അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ നിസ്കാരത്തിൽ നാം ചൊല്ലുന്ന ഖൗലിയായ ഫർളാണ് അത്തഹിയ്യാത്ത്. അത് നല്ല നിലക്ക് നല്ല മഖ്റജോടുകൂടി നമ്മൾ ചൊല്ലണം. അതിന്റെ ഒരുപാട് ഗുണങ്ങൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ ആ ഓരോ നിസ്കാരത്തിലും, സുന്നത്ത് നിസ്കാരമാകട്ടെ, അതുപോലെ തന്നെ ഫർള് നിസ്കാരമാകട്ടെ, മയ്യിത്ത് നിസ്കാരം ഒഴിച്ച് ബാക്കി എല്ലാ നിസ്കാരത്തിലും അത്തഹിയ്യാത്തുണ്ട്. ആ നിസ്കാരത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥത വർദ്ധിക്കുകയും അത് ലഭിക്കാൻ, അതിന്റെ കൂലി ലഭിക്കാൻ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവുകയും നാം അത് ശ്രദ്ധിക്കുകയും ചെയ്യും. ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ പറയുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അന്ന ഫിൽ ജന്നത്തി ഷജറ, സ്വർഗത്തിൽ ഒരു വൃക്ഷമുണ്ട്, ഒരു മരമുണ്ട്. ഇസ്മുഹാ അത്തഹിയ്യാത്ത്, അതിന്റെ പേര് അത്തഹിയ്യാത്ത് എന്നാണ്. ആ മരത്തിന്റെ പേര് അത്തഹിയ്യാത്ത് എന്നാണ്. വ അലൈഹാ ത്വാഇറുൻ, ആ മരത്തിൽ ഒരു പക്ഷിയുണ്ട്. ഇസ്മുഹു അൽ മുബാറക്കാത്ത്, ആ പക്ഷിയുടെ പേര് മുബാറക്കാത്ത് എന്നാണ്. അപ്പൊ നമ്മൾ ചെല്ലുന്ന അത്തഹിയ്യാത്തിന്റെ പേരുകളാണ് അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു. അപ്പൊ അത്തഹിയ്യാത്ത് എന്ന് പേരുള്ള സ്വർഗത്തിലെ ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൽ നിൽക്കുന്ന മുബാറക്കാത്ത് എന്ന പേരുള്ള ഒരു പക്ഷി. ആ വൃക്ഷത്തിന്റെ താഴെ ഒരു നദിയുണ്ട്. ഒരു കളകളാരവം മുഴക്കി പരക്ക പരവതാനി പോലെ വിരിച്ച് ഒഴുകുന്ന ഒരു നദിയുണ്ട്. സ്വർഗത്തിലെ ഏത് ഭാഗം പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന ഒരു ഭാഷ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, സ്വർഗത്തിൽ അതാ ഒഴുകുന്ന നദികളുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനത്തെ ഒരു നദി, ആ നദിയുടെ പേരാണ് അത്വയ്യിബാത്ത്. നമ്മൾ അതിന്റെയൊക്കെ മഖ്റജ്, അതിന്റെയൊക്കെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി പറയണം. ഫാത്തിഹ ശ്രദ്ധിച്ച് ഓതുന്നത് പോലെ തന്നെയാണ് അത്തഹിയ്യാത്തും. അത് ഖൗലിയായ ഫർളാണ്. ഫഇദാ ഖാലൽ അബ്ദു, അങ്ങനെ ഒരു അടിമ പറഞ്ഞാൽ, ദാലിക്കായി അത്തഹിയ്യാത്ത് പറഞ്ഞാൽ, അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എന്നങ്ങ് പറഞ്ഞാൽ, ഫീ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിലും പറഞ്ഞാൽ, നസല ദാലിക ത്വാഇറു മിൻ ഫൗഖിശ് ഷജറ, ആ മരത്തിൽ നിന്ന്, ആ മരത്തിന്റെ പേരെന്താണ്? അത്തഹിയ്യാത്ത് എന്ന മരമാണ്. അൽ മുബാറക്കാത്ത് എന്ന പേരാണ് പക്ഷിയുടെ പേര്. അത്വയ്യിബാത്ത് എന്നാണ് നദിയുടെ പേര്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഭൂമിയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ ഇതങ്ങ് പറഞ്ഞാൽ, ഈ പക്ഷി അതാ ആ മരത്തിന്റെ മുകളിൽ നിന്ന് പറന്ന് താഴെ വരും. എന്നിട്ടോ വൻഗമസ ഫീ തിൽക്കൽ ഐനി, ആ നദിയിൽ അത് മുങ്ങിക്കുളിക്കും. തുമ്മ ഖറജ മിൻഹാ, പിന്നെ അത് ആ നദിയിൽ നിന്ന് പുറപ്പെട്ട് ആ മരത്തിൽ തന്നെ പോയിരിക്കും. എന്നിട്ട് ഈ പക്ഷി എന്താ, സാധാരണ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച പക്ഷികള് നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. കരിയില കിളികളും കാക്കകളും ഒക്കെ വന്ന് നമ്മുടെ വീടുകളിലെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം അതിന്റെ ചിറകിട്ടെന്ന് കുടയാറുണ്ട്. ഈ പക്ഷിയും കുടയുകയാണ്. കൊടയുന്ന സമയത്ത് ആ പക്ഷിയിൽ നിന്ന് ഒരുപാട് ജലത്തുള്ളികൾ, അതിന്റെ കണികകൾ ഇങ്ങനെ തെറിക്കുമ്പോൾ, മലക്കൻ, ആ ഓരോ തുള്ളിയിൽ നിന്നും അല്ലാഹു ഒരു മലക്കിനെ പടക്കുന്നു. എത്ര തുള്ളിയാണോ തെറിച്ചത് അത്ര തന്നെ മലക്കുകളെ അല്ലാഹു സൃഷ്ടിക്കുന്നു. എന്നിട്ട് ഈ മലക്കുകൾക്ക് ഡ്യൂട്ടി കൊടുക്കുകയാണ്. മലക്കുകളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവർ തിന്നുകയോ കുടിക്കുകയോ വിവാഹം കഴിക്കുകയോ ഇല്ല, അവർക്ക് ക്ഷീണമില്ല, ഉറക്കമില്ല. അവർ 24 മണിക്കൂറും സദാസമയവും അവർ ഇബാദത്തിലാണ്. അങ്ങനെയുള്ള നമ്മൾ അത്തഹിയ്യാത്ത് പറഞ്ഞതിന്റെ പേരിൽ അതാ സൃഷ്ടിക്കപ്പെട്ട മലായിക്കത്തുകളുടെ ഡ്യൂട്ടി എന്താണ്? യസ്തഗ്ഫിറു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ, നമ്മൾ ഈ ഭൂമിയിൽ നിന്നും മരിച്ച് പിരിഞ്ഞതിന് ശേഷവും ഖിയാമത്ത് നാൾ വരെ ഈ അത്തഹിയ്യാത്ത് ഓതി നിസ്കരിച്ചവന് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റാഹത്തുള്ള ഒരു മസ്അല, നല്ല റാഹത്തുള്ള ഒരു അറിവാണ്. അൽഹംദുലില്ലാഹ്.
അള്ളാഹു നമ്മുടെയൊക്കെ നിസ്കാരവും ഫാത്തിഹയും അത്തഹിയാത്തും ഒക്കെ ഇത്തരത്തിൽ സ്വീകരിച്ച് നമുക്ക് ധാരാളം അവന്റെ ഗുണങ്ങൾ റഹ്മത്തുകൾ ചൊരിഞ്ഞു തന്ന് നമ്മളെ സ്വർഗത്തിൽ ഫിർദൗസിലേക്ക് ചേർത്തി തെരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹായികൾ, സുഹൃത്തുക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഇണകൾ, തുണകൾ എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.